Hi friends, welcome back to another video. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അവിൽ മിൽക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിലൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലോട്ടേക്ക് ആവശ്യത്തിന് അവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിക്കോട്ടെ, എന്നാൽ മാത്രമേ നമുക്ക് കടിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ചൂടാക്കിയിട്ട് തണിഞ്ഞ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതാണ്. ഇതിലോട്ടേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ആദ്യം തന്നെ നന്നായിട്ട് തിളപ്പിച്ചതാണ് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ടേക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഇതിലോട്ടേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് തണുത്ത പാലായതുകൊണ്ട് മിക്സ് ആയി കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് ഈ അവിൽ മിൽക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മൈസൂർ പഴമാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഗ്ലാസ്സിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവിൽ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എത്ര വേണോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് തേങ്ങയും കൂടെ ചിരകിയത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ടേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് നമുക്ക് ആ ഒരു ഗ്ലാസ് ഫുള്ളാവുന്നത് വരെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ പഴം മാഷ് ചെയ്തിട്ടില്ല. മാഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ സ്ലൈസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഇവിടെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വളരെ വെറൈറ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവിൽ മിൽക്കാണ്. ഇതിൽ നമ്മൾ മലരോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ആകെ അവിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും നാളെ നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.